ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അജു, നമ്മളിന്നിപ്പോൾ എവിടെ പോകുന്നത്? എയർപോർട്ടിൽ മൂന്നാല് സ്റ്റുഡൻസിനെ നമ്മളെ ത്രൂ വന്ന കുറച്ച് സ്റ്റുഡൻസിനെ കൂട്ടാൻ പോവാണ്. അപ്പോൾ ഓലെ എയർപോർട്ട് പിക്കപ്പ്, പിന്നെ പ്രാഗത്തെ എയർപോർട്ട്, അങ്ങനത്തെ പരിപാടി. പിന്നെ ഓലെ അവരുടെ ഒരു ദിവസം പ്രാഗ് സ്റ്റേ ചെയ്യിപ്പിച്ചിട്ട് പ്രാഗ് ഒന്ന് കാണിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അതെ, അപ്പോൾ പ്രാഗിൽ വന്നു കഴിഞ്ഞാൽ ഓല ആ ട്രാവൽ എക്സ്പീരിയൻസും പിന്നെ ബാക്കിയുള്ള ഈ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഡ്രൈവറിനെ കിട്ടിയിട്ടുണ്ട്, ഉസ്ബെക്കിസ്ഥാൻകാരനാണ്. പക്ഷേ മൂപ്പർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എയർപോർട്ട് എത്തും. ചെറിയ മഴ ഉണ്ട് പുറത്ത്. ഓല് വരുന്ന ഷമീമൊക്കെ വരുന്നതിനെ കൊണ്ട് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഷമീം ബറക്കത്താണ്. ഷമീമിനെ ആരാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ഷമീം. ഇതിലെത്തി ഒരു വിമാനം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഗൈസ് ഖത്തറിൻ്റെ കാർഗോ ആണ്. അങ്ങനെ മൂപ്പരായിട്ട് നമ്മൾ കുറച്ച് റഷ്യനൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് റഷ്യന് മലയാളത്തിലേക്കാക്കി ഇംഗ്ലീഷിൽ പറഞ്ഞ്. ഇംഗ്ലീഷ് മൂപ്പർക്ക് അറിയില്ല. അതൊക്കെ അല്ലേ ജീവിതത്തിന്റെ ഒരു ഇത് എന്നാണോ ജോ? അതത്രേ കായ്സ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ അടുത്തെത്തി. ഞാൻ എയർപോർട്ട് കാണിച്ചു തരാം. ടെർമിനൽ 2 അല്ല, ടെർമിനൽ 1 ആണ്. പ്രാഹ വാൾഹാക്കാവ് ഹവൽ എയർപോർട്ട് ടെർമിനൽ 1. ഓല എത്തിയിട്ടുണ്ട്, ഓല ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബാഗും ലഗേജൊക്കെ വാങ്ങി ഓല അവിടെ കുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഓല പോയി നോക്കാം. നിങ്ങൾക്ക് ഇവിടെ വേറൊരു സംഭവം എന്താ വെച്ചാൽ, പ്രാഗിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, പബ്ലിക് ട്രാൻസ്പോർട്ട് അടിപൊളിയാണ്. അപ്പോൾ എന്താക്കാം, നിങ്ങൾക്ക് ബസ്സും കാര്യങ്ങളും സെൻട്രലിലേക്ക് പോകാനും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഒരു വിഷയവുമില്ല, ഒരു കാര്യം പേടിക്കാനില്ല. വെൽക്കം ടു പ്രാഗ് എന്നുള്ള വീഡിയോ. ഐഫോൺ സെറ്റപ്പ് നോക്കിയാ സിയോ അബ്രോഡിന്റെ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഇതാണ് ബിഹൈൻഡ് ദ സീൻസ്. ഇതാ ഷാനിലും ഒരു ഫ്ലവർ ആയിട്ട് ഇതാ അവരെ കൂട്ടാൻ വെൽക്കം ചെയ്യാൻ പോകുന്നുണ്ട്. ഫ്ലവർ കൊടുത്തിട്ട് വെൽക്കം ചെയ്യാന്നുള്ളത് ഒരു ആദ്യത്തെ മര്യാദയാണ്. മര്യാദ കുറച്ച് മധുരം കൊടുക്കാന്നുള്ളതും കൂടെ ഉണ്ട്. മധുരം കൂടെ വരുന്നതിന്റെ ഐശ്വര്യാണ് അറിയില്ല. ഭയങ്കര മഴയാണ് പുറത്ത്. ദേവഗിരിയുടെ എല്ലാമായ ബിഷപ്പ്, ദേവഗിരിയുടെ അതേ വേട്ടൽ എല്ലാവരും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്ത് കുറെ നേരം കാത്തിട്ട് മധുരം പൈസ ഇത് ബുക്കതാനില്ല. ദാജു മൂന്നാളൂടെ ഒപ്പം നിന്നിട്ട് കൊടുക്കല്ലേ പൈസ? ഇങ്ങോട്ട് നിക്കർ ഷമീമ, എനിക്ക് പൂവൊക്കെ വാങ്ങി വന്നതല്ലേ. ഇതിൽ ഫോട്ടോ എടുക്കടാ ഷമീം. ഇങ്ങനെ സ്കീം അങ്ങനെ കാണാം. അങ്ങനെ ഗായ്സ്, നമ്മളെ ഷമീം എത്തിയിട്ടുണ്ട്, നമ്മളെ മിസബ് എത്തിയിട്ടുണ്ട്, അദ്ദേഹം എത്തിയിട്ടുണ്ട്, അജു ആദ്യം എത്തി ഒരു കൊല്ലാവാനായി. അപ്പോൾ അവലൊക്കെയാണ് നമ്മളെ ഷമീം നമ്മളെ ഫ്രണ്ടാണ്. ഇതിലൊക്കെ പിന്നെ നമ്മളെ ദേവഗിരിയിലെ എല്ലാമായ അതേവായിട്ട് ദേവഗിരിയുടെ ഫുട്ബോൾ കീപ്പർ മിസബ്. അപ്പോൾ ഓലും ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മളെ പോലെ ചെക്കിൽ. അതേ ഏത് യൂണിവേഴ്സിറ്റി ചെയ്യും? എന്ത് പേടിക്കുന്നത് അത് പറഞ്ഞോ മിസബ്? പിന്നെ ഷമീമും അതേ നമ്മളെ സെയിം യൂണിവേഴ്സിറ്റി ആണ്. മിസബ് പ്രാഗിൽ തന്നെയുള്ള CZU അടുത്ത്. നമ്മൾ പോയില്ലടാ, ബ്ലോഗ് എടുക്കാൻ പോയില്ലേ CZU അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ വല്ല ജസ്റ്റ് നമുക്ക് എന്താക്കണം, റൂമിലേക്ക് ഒരു റൂം എടുത്തിട്ടുണ്ട്, അവിടെ ആക്കണം. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, അവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇതൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ മതി നമുക്ക് പോകാൻ. എല്ലായിടത്തേക്കും ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് മാറ്റുക, എന്നിട്ട് എന്താക്കുക, നമുക്ക് ബൈ ടിക്കറ്റ്സ്. പിന്നെ 24 hours വേണമെങ്കിൽ 120 കേസ്, അതായത് 120 കേസ് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് റെഡിയായി. അത്ര പണിയുള്ളൂ, സിമ്പിളാണ്. അപ്പം ബസ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബസ് ഉണ്ടാവും. എയർപോർട്ടിലേക്കുള്ള AE എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബസ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ കുഴപ്പമില്ല. വന്ന പാടെ തന്നെ മിച്ചറിൻ്റെയും വർത്തായിക്കിൻ്റെ ഒക്കെ കണക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഫൈസ്. അതാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ളൊരു സംഭവം വെച്ചാൽ ഒരു കുറേ സാധനങ്ങൾ കൊണ്ടുവരും. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ജീവിക്കാൻ അതുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെടുത്തിട്ട് നേരെ പോവാണ്. അന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല, സേഫായിട്ട് ഉണ്ടാവും. പ്രാഗ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രിയാണ്. തമാശ അല്ല, ശരിക്കും
അങ്ങനെ വില കൂട്ടി. നമ്മളെ ഷിയു അബ്രോഡ് ത്രൂ വന്ന ഫസ്റ്റത്തെ ബാച്ചാണ്. അപ്പോൾ വില കൂട്ടി ഇനി നേരെ നമ്മളെന്താക്കുന്നത് വല്ല ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റലിലാക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പോൾ നമ്മളെ ത്രൂ വരുന്ന സ്റ്റുഡൻസിനൊക്കെ നമ്മൾ ഇതേപോലെ എയർപോർട്ട് പിക്കപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ എത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കി കൊടുക്കും. അത് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിലാകുമ്പോൾ നമുക്കിപ്പോൾ 2 സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വലിയ കാർ എടുത്തത്. അപ്പോൾ ഇവിടുന്ന് നേരെ പോലെ എന്താക്കും, നേരെ ഹോസ്റ്റലിലേക്ക് ആക്കി കൊടുക്കും. അപ്പോൾ ഇന്നൊരു ഹോസ്റ്റലിൽ നിന്ന് പ്രാഗിലൊക്കെ ഏതായാലും പ്രാഗ് വരെ വന്നല്ലോ, അപ്പോൾ പ്രാഗൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി നേരെ ലഗേജ് വെക്കുന്ന വലിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ലഗേജ് വെക്കാനും നോക്കിക്കുന്നതിനൊക്കെ കാര്യങ്ങളും സ്ഥലങ്ങളുണ്ട്. അജു ഉണ്ട് ഗായ്സ്, എയർപോർട്ട് പിക്കപ്പ് ചെയ്ത് അജു ഉണ്ട്. അജു കയറിക്കോളി. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അവിടെ കയറാ. മറന്നുപോയി ഗായ്സ്, വെൽക്കം ടു ചെക്ക് റിപ്പബ്ലിക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം അടിപൊളിയാവട്ടെ ഫ്യൂച്ചറിൽ. അപ്പോൾ കുറച്ച് ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടാവും, പിന്നൊക്കെ റെഡി ആയിക്കോളും. പിന്നൊക്കെ ശരിയായിക്കോളും. നമ്മളെ ഹോസ്റ്റലിലെത്തി. ഇതാണ് ഹോസ്റ്റൽ. പ്രാഗിനെ പറ്റി 2 വാക്ക് പറയുകയാണെങ്കിൽ മനോഹരമായ നല്ല രസമുള്ളൊരു സിറ്റി. നമുക്ക് ഇന്റർവ്യൂ വയ്ക്കാം. അപ്പോൾ ഗൈസ്, അദൈവ് നല്ല കോഴിക്കോട് നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം ഒരു 20 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് പ്രാഗിലെത്തിയിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. എനിക്ക് സത്യം പറയാറില്ല. ഇഷ്ടമില്ലല്ലോ പറഞ്ഞോ. എനിക്ക് തീരെ പറയാറില്ല. നീ ഒന്ന് പറയണ്ട, നീ എങ്ങനെ വന്നേ? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കാര്യങ്ങളുണ്ടായിരുന്നോ? അല്ല, ഉഷാറല്ലേനോ? ഭക്ഷണം, കാര്യങ്ങള്, ഫ്ലൈറ്റ് ടയർഡായിനോ? യാത്ര ചെയ്ത് എന്തായാലും ടയർഡാവൂലേ? രണ്ട് വാക്ക് എന്ന് പറഞ്ഞാൽ പ്രാഗ് പഠിക്കാൻ വരുന്നവരോട് പറയാനുള്ളത് കൂടുതൽ പറയാനൊന്നുമില്ല. വരിക, പഠിക്കാൻ പോവുക, കാര്യങ്ങൾ ചെയ്യുക, പാസ്സാകുക, പണിയെടുക്കുക, ജീവിക്കുക. വാട്ട് യു തിങ്ക് മിസ്റ്റർ ഫൈസ് ഓസ്ട്രാവ? ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്ലേ ആൻഡ് എൻജോയ്. അതാണ് ലൈഫ്. നമുക്ക് ലൈഫിൽ നമുക്ക് ചിലപ്പോൾ അതെ പ്ലേ ചെയ്യുക, എൻജോയ് ചെയ്യുക, നമുക്ക് അത്രേ ഉള്ളൂ. ചാനലിനോ ജീവിതത്തെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതിനെ കുറിച്ചിട്ട് ഫായ്സ് ആധികാരികമായി പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞു. പ്രാഗിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ, പ്രാഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി സിറ്റിയാണ്, സേഫ് ആയിട്ടുള്ള സിറ്റിയാണ്. പിന്നെ ലിവിങ് കോസ്റ്റ് ഒക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂറോപ്പിലൊക്കെ ഒരു വന്ന് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് പ്രാഗ്. പ്രാഗിന്റെ കാര്യമായിട്ട് പറയുന്നത്, ചെക്ക് റിപ്പബ്ലിക് പ്രാഗിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ്. ഉസ്ട്രാവ പറഞ്ഞാൽ ചെക്കിലെ 3rd ബിഗസ്റ്റ് സിറ്റിയാണ്. പക്ഷേ പ്രാഗിലുള്ള ഒരു കൾച്ചറല്ല അവിടെ ഉള്ള, വേറൊരു കൾച്ചർ. ഓരോ സിറ്റിയിൽ നമ്മളിപ്പം കേരളത്തിൽ ഓരോ സിറ്റിയിൽ ഓരോ മൂഡല്ലേ വരുന്നത്, അതേപോലെ ഓസ്ട്രാവയിൽ ആ ഒരു മൂഡാണ് വരുന്നത്. പിന്നെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടുമോ ചോദിച്ചാൽ പ്രാഗിത്തെ അത്ര പണി സാധ്യതകൾ കുറവാണെന്നാണ് എനിക്കൊന്നും കൂടി തോന്നുന്നത്. പ്രാഗിൽ പണിയുണ്ട്. പ്രാഗിൽ കുറവെന്ന് ഒരിക്കലും പറയില്ല. പ്രാഗിൽ പണിയുണ്ട്. പക്ഷെ നമ്മൾ അതിപ്പോൾ ഓസ്ട്രാവയിലാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. എവിടെ പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് പണി കിട്ടുള്ളൂ. നമ്മൾ റൂമിലേക്കാണ് പോകുന്നത്. സുഹൃത്തുക്കളെ താൽക്കാലികമായിട്ട് ഹോസ്റ്റലിൽ ഏൽപ്പിച്ച് ഞങ്ങൾക്ക് തിരിച്ചു പോവാണ്. ഓ എന്താ വ്ലോഗ് കൂടെ ഓടാക്കി പോലെ പോകോ. പൈസ ഒക്കെ മാറി INR മാറി ക്ഷമിയുമ്പോ KC അയക്കണ്. അത് തിരിച്ചു പിടി. ചില്ലറ കളിയല്ലട്ടത്. ഒരു ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാല് 3.5 അപ്പുറം KC ഉണ്ട്. അങ്ങനെ നോക്കിയാൽ മതി. എന്നായിക്കോട്ടെ, നമ്മൾ വരാം. ഓക്കെ. അപ്പോ നമ്മളെ പോലെ ആക്കി കൊടുത്ത്, അപ്പൊ നമ്മളെ ത്രൂ വന്ന ഫസ്റ്റത്തെ ബാച്ചാണ്. പിന്നെ ഇനിയിപ്പോൾ എന്താ വെച്ചാല് നമ്മളിങ്ങനെ വേറൊരു മീറ്റിംഗ് ഉണ്ട്. നമ്മൾ മീറ്റിങ്ങിന് പോവാണ്. എന്താ പറയാ വന്ന ബാക്കി പോലെ രാത്രി വന്നിട്ടുള്ള കാര്യം. അപ്പൊ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓലെ പോയി കൂട്ടി നേരെ കാറിൽ എയർപോർട്ട് പിക്കപ്പ് ചെയ്ത് നേരെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കി കൊടുത്ത് നാളെ ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മളൊന്ന് പ്രാഗിക്ക് ഒന്ന് ചുറ്റി കാണിച്ചു കൊടുക്കും. എന്താ പറയുക, കാര്യങ്ങളൊക്കെ. അപ്പൊ ഗായ്സ് ബൈ ബൈ.